അവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ടായിരിക്കുമെന്ന് അരുളി ചെയ്ത കർത്താവിന്റെ കരം, ആണിപ്പാടുള്ള കരം ഞങ്ങളുടെ ശിരസുകളിന്മേൽ വെച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നത്. രാത്രികാലം ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഇവിടെ പ്രാർത്ഥനയ്ക്കായി പ്രത്യേകം ആവശ്യപ്പെട്ടിട്ടുള്ള സഹോദരി സഹോദരങ്ങളുടെ ദേവദാസന്മാരുടെ വിഷയങ്ങൾ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവി, അങ്ങയുടെ വലിയ പ്രവൃത്തി വെളിപ്പെടുത്തണമേ. കാഴ്ചയാലല്ല, ഞങ്ങൾ വിശ്വാസത്താൽ എത്ര ഞങ്ങൾ നടക്കുന്നത്. നാഥ, ഈ ദിവസങ്ങളിൽ കർത്താവിൽ വിശ്വാസം വെച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളെ ആത്മീക കാലുകളെ ശക്തിപ്പെടുത്തണമേ കർത്താവ്. അതുവഴി ഞങ്ങൾ ആത്മീയ ഭൗതികമായ സകല മണ്ഡലങ്ങളിലും വിശ്വാസത്തിന്റെ പ്രയാണം നടത്തുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയാചനയും കേട്ടതിനായി നന്ദി. യേശുവേ ഞങ്ങളുടെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടട്ടെ. നല്ല സമയത്തിനായി പിന്നെയും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ പ്രാർത്ഥിച്ച വിഷയത്തിന്മേൽ ദൈവം പ്രവർത്തിക്കുന്നതിനായി കരങ്ങളെടുത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്ന് രാത്രികാലം ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചു. കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ദൈവവചനം വായിക്കുവാനും സങ്കീർത്തനങ്ങൾ വായിച്ച് ഒരുമിച്ച് വായിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ഒക്കെ ദൈവം നമ്മെ സഹായിച്ചല്ലോ. പ്രത്യേകിച്ച് മിനിസ്ട്രിയുള്ള ബന്ധത്തിൽ ഒളിവേഡ് ലാൻഡ് മിഷന്റെ പ്രയർ കെയർ പ്രവർത്തനങ്ങളുടെ മേല് ദൈവത്തിന്റെ വലിയ സാന്നിധ്യവും ദൈവപ്രവർത്തികളും കാണുവാൻ ദൈവം ഇടയാക്കുന്നു. അതിന്റെ പിമ്പിൽ പ്രാർത്ഥിക്കുന്ന നിങ്ങൾ എല്ലാവരെയും ഓർത്ത് ദൈവത്തിന്റെ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് രാത്രികാലം തുടർന്നുള്ള സമയത്ത് നമുക്ക് വലിയ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ശബ്ദം നമുക്ക് കേൾക്കേണ്ടതിനു വേണ്ടി, ദൈവം നമ്മോട് ഇടപെടേണ്ടതിനു വേണ്ടി വളരെ ആത്മാർത്ഥതയോടെ നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ഇന്ന് രാത്രികാലം വളരെ സന്തോഷമുണ്ട്. തുടർന്ന് ദൈവവചനവും അതോടൊപ്പം തന്നെ ശുശ്രൂഷകളൊക്കെ നടത്തുന്നത് നമ്മുടെ മധ്യത്തിലായിരിക്കുന്ന കടന്നു വന്ന പ്രിയപ്പെട്ട അനീഷ് പാസ്റ്റർ ആണ്. പ്രിയ അനീഷ് പാസ്റ്റർ ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അനീഷ് പാസ്റ്ററെ ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. കർത്താവ് പ്രിയ ദേവദാസനെ ഉപയോഗിക്കുന്ന വിധങ്ങൾക്കായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പിന്നെയും തന്നെയും കുടുംബത്തെയും ദൈവനാമഹത്വത്തിന് വേണ്ടി ദൈവം ശക്തമായി ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയില് പ്രിയ ദേവദാസന്റെ ശുശ്രൂഷയ്ക്ക് ശേഷം ഒടുക്കമായി ഇന്നത്തെ മീറ്റിംഗ് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നത് പ്രിയ കർത്തദാസൻ ശമൂൽ പാസ്റ്റർ ആണ്. കോഴിക്കോടുള്ള നമ്മുടെ പ്രിയ ശമൂൽ പാസ്റ്റർ അവസാനമായി മീറ്റിംഗിന് ശേഷം, ഈ ശുശ്രൂഷയ്ക്ക് ശേഷം പ്രാർത്ഥിച്ച ആശീർവാദം പറയും. ഈ സമയത്ത് തുടർന്നുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രിയ കർത്തദാസൻ അനീഷ് കെ ജോസ് പാസ്റ്ററെ വളരെ സന്തോഷത്തോടെ ബഹുമാനത്തോടെ ഈ സമയത്ത് ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കേൾക്കാമോ? കേൾക്കാമല്ലേ? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ ആ ദൈവ കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തി ശക്തിയോടെ കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇത്രയോ നേരം നാം വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പല വിഷയങ്ങളെ ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കുവാനൊക്കെ ദൈവം നമുക്കിടയാക്കി. പ്രത്യേകാൽ ഇന്നത്തെ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസൻ, അതോടൊപ്പം തന്നെ പ്രാർത്ഥനയ്ക്ക് ലീഡ് ചെയ്ത എല്ലാ പ്രിയ സന്തോഷ് സാറ്, അതോടൊപ്പം തന്നെ ഷമൽ പാസ്റ്റർ, ലെവന്റ് പാസ്റ്റർ, സോമി ആൻറ്റി, എല്ലാവർക്കും ഈ നമ്മുടെ ഈ നവ മാധ്യമത്തിൽ കൂടെ ഇന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാ ഏറ്റവും പ്രിയപ്പെട്ടവര് എല്ലാം നമ്മൾ ഒരു കുടുംബമായി കഴിഞ്ഞ ദിവസത്തെ നടന്ന ക്യാമ്പ് സെമിനാർ വളരെ അനുഗ്രഹമായ ഒരു നിലയിൽ നടക്കുവാൻ കർത്താവ് എനിക്കതിൽ ഭാഗവാക്കാകുവാൻ കർത്താവ് വലിയൊരു ഭാഗ്യം തന്നത് ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. അത് ജീവിതത്തിൽ വലിയൊരു ഭാഗ്യമാണെന്ന് ഞാൻ കരുതുകയാണ്. കാരണം വേദന അനുഭവിക്കുന്നവരുടെയും ദുഃഖം അനുഭവിക്കുന്നവരുടെ നടുവിൽ അവരോടൊപ്പം ചേർന്ന് ആ ദുഃഖത്തിൽ ആ പ്രയാസത്തിലും അവരുടെ ആ സാഹചര്യത്തിലും അവരോട് കൂടെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനൊക്കെ ദൈവം തന്ന വലിയ ആ ഹോളി ലാൻഡ് മിഷനെ ഓർത്ത് എൻ്റെ പ്രാർത്ഥന ഞാൻ ഓർക്കുമ്പോഴൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട്. പ്രത്യേക ആ സന്തോഷ് സാറിനെ കുടുംബത്തെയും അതിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കാൻ സർവ്വകൃപാലുവായ ദൈവം
എനിക്ക് അവസരങ്ങൾ തരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ മീറ്റിങ്ങിലേക്ക് എന്നെ ഭജന ശുശ്രൂഷയ്ക്ക് വേണ്ടി ക്ഷണിച്ച കർത്താവിൻ്റെ സന്തോഷ് സാറിനോടുള്ള നന്ദിയെ ഈ തരുണത്തിൽ അറിയിക്കുന്നു. അതുപോലെ ലെമൻ്റെ ബസ് എല്ലാവരും ഞാൻ വന്ദനം ചെയ്യുകയാണ്. കർത്താവ് നമ്മുടെ ആയുസ്സിൽ കണ്ടിട്ടില്ലാത്ത മനോഹരമായ ഈ ദിവസത്തിൻ്റെ ഈ സന്ധ്യാസമയത്ത് നമുക്കൊരുമിച്ച് നമ്മുടെ നാഥനെ, അരുമനാഥനെ നമുക്ക് ഉയർത്തുവാൻ ഭൂമിയിൽ ലഭിച്ചത് വലിയ ഭാഗ്യമാണ്. കാരണം എത്രയോ പേരുടെയും ശബ്ദങ്ങൾ ചലിക്കാതായപ്പോൾ, പലരുടെയും കരങ്ങൾ താണുപോയപ്പോൾ, പാട്ടുകാരൻ പാടിയതുപോലെ മാനുഷികമായ കരങ്ങൾ താണുപോകുമ്പോൾ ക്ഷീണിക്കാത്ത ഒരു കൈ നമുക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ക്ഷീണിച്ചു പോകാത്ത ഒരു കൈ നമുക്കുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് പാട്ടുകാരൻ അങ്ങനെ പാടിയത്, മാനുഷികമായ കരങ്ങൾ താണു പോകുമ്പോൾ എനിക്കന്നും ഇന്നും എന്നും നാളെയും ക്ഷീണിച്ചു പോകാത്ത ഒരു കൈയുണ്ട്. ഹല്ലേലൂയ. ആ നീട്ടിയ ഭുജം കൊണ്ടും വീര്യമുള്ള ഭുജം കൊണ്ടും നമ്മളെ നടത്തിയ ദൈവത്തിന് അല്പസമയം നമുക്കെല്ലാവർക്കും ഒന്ന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. എല്ലാ മധുരവും തുറന്ന് ഹല്ലേലൂയ നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവമേ അങ്ങയുടെ പാദപീഠത്തിൽ വരാൻ, അവിടുത്തെ നാമത്തിന് വേണ്ടി നിൽപ്പാൻ ഹല്ലേലൂയ ഈ ഭൂമി തന്ന വലിയ ഭാഗ്യത്തിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. കർത്താവേ സ്തോത്രം. ഞങ്ങളെക്കാൾ ബലമുള്ളവർ, ഞങ്ങളെക്കാൾ ആരോഗ്യമുള്ളവർ, ഞങ്ങളെക്കാൾ വിദ്യാഭ്യാസമുള്ളവർ, കർത്താവ് മറ്റവർക്ക് ആർക്കും കിട്ടാത്ത ഒരു വലിയ ഭാഗ്യം ദൈവം ഞങ്ങൾക്ക് തന്നു. ഹല്ലേലൂയ. മറ്റ് വിദ്യാഭ്യാസമുള്ളവരെ മാറ്റി നിർത്തി വലിയ കഴിവുള്ളവരെ ഹല്ലേലൂയ ഈ വലിയ സത്യം അവർക്ക് ലഭിക്കാതിരുന്നപ്പോൾ ഏഴകളും സാധുക്കളുമായ ഞങ്ങൾക്ക് ഈ വലിയ സത്യം വെളിപ്പെടുത്തി തന്ന ആ ദൈവത്തെ കിട്ടിയ ആ ദൈവത്തെ വെളിപ്പെടുത്തുവാൻ, ആ ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ, ആ ദൈവത്തെ ഞങ്ങൾ രക്ഷിതാവായി സ്വീകരിപ്പാൻ ആ കർത്താവ് ഞങ്ങളെ നടത്തിയത് ഓർത്ത്, ദൈവം ഞങ്ങളെ പുലർത്തിയത് ഓർത്ത് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര നന്ദി പറഞ്ഞാലും തീരുകയില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഹല്ലേലൂയ പാട്ടുകാരൻ ഇപ്രകാരം പാടിയത്. ഹല്ലേലൂയ. നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ, നന്മ മാത്രമേ ഇനി ചെയ്യുകയുള്ളല്ലോ. നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ, നന്മ മാത്രമേ ഇനി ചെയ്യുകയുള്ളല്ലോ. തിന്മയ്ക്കായൊന്നും ഭാവിച്ചില്ലല്ലോ, നന്മയ്ക്കായി കൂടി വ്യാപരിച്ചല്ലോ. തിന്മയ്ക്കായൊന്നും ഭാവിച്ചില്ലല്ലോ, നന്മയ്ക്കായി കൂടി വ്യാപരിച്ചല്ലോ. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങെപ്പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങെപ്പോൽ ഒരു ദൈവമില്ല. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമേ ദൈവമെന്നും. യേശു അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമേ ദൈവമെന്നും. നടത്തിയ വഴികളെ ഓർത്തിടുമ്പോ, കരുതിയ കരുതൽ നീനച്ചിടുമ്പോൾ, നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ, കരുതിയ കരുതൽ നീനച്ചിടുമ്പോൾ, സ്തുതിക്കുവാനായിരം നാവു പോരായേ, എങ്കിലും മാവോളം ഞാൻ പാടി സ്തുതിക്കും. അപ്പാ സ്തുതിക്കുവാനായിരം നാവു പോരായേ,
എങ്കിലുമാവോളം ഞാൻ പാടി സ്തുതിക്കും. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങെപ്പോൽ ഒരു ദൈവമില്ല. ഓ ബല ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങെപ്പോൽ ഒരു ദൈവമില്ല. അനുഭവിച്ച ദൈവമൊക്കെ ചേർന്ന് പാടാ. ഓ അത്ഭുതവാ അതിശയവാൻ നീ മാത്രമേ ദൈവമെന്നും. ഓ അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമേ ദൈവമെന്നും. ഓ അങ്ങ് അത്ഭുതവാൻ, അങ്ങ് അതിശയവാൻ, അങ്ങ് നടത്തിയ വഴികളെ, അങ്ങ് ഞങ്ങളെ പുലർത്തിയ വിധങ്ങളെ, അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചതോർത്ത്, അങ്ങ് ഞങ്ങളെ കരുതിയതോർത്ത്, അങ്ങ് ഞങ്ങളെ കൈക്ക് പിടിച്ചതോർത്ത്, അങ്ങ് ഞങ്ങളെ വീണ്ടെടുത്തതോർത്ത്, ഹല്ലേലൂയ, ആ രക്ഷയുടെ സമൃദ്ധി നൽകിയതോർത്ത്, ഓ അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമേ ദൈവമെന്നും. അമ്മേൻ അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമേ ദൈവമെന്നും. ഓ അത്ഭുതവാൻ, ഓ അതിശയവാൻ നീ മാത്രമൻ ദൈവമെന്നും. അതുകൊണ്ട് പാട്ടുകാരൻ ഇപ്രകാരം പാടുകയാ. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വെച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയും എന്റെ ജീവൻ വച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയും. നമുക്കൊരു നിമിഷം കണ്ണുകളെ ദിവസത്തിനടയ്ക്കാം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പപ്പ, അപ്പേ, അപ്പയുടെ സന്നിധി കടന്നു വരുവാൻ അപ്പ ഞങ്ങൾക്ക് ഒരുക്കിയ നല്ല ഭാഗ്യത്തെ ഓർത്ത് സ്തോത്രം ചെയ്യും. അപ്പ അവിടുത്തെ വചനം പറയുന്നത് പോലെ അവിടുന്ന് സ്നേഹിക്കുന്നതിന് മക്കൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു കണ്ണ് കണ്ടിട്ടില്ലല്ലോ. ആരുടെ ഹൃദയത്തിൽ തോന്നാത്തത് അത്ഭുതവും അഗോചരവുമായ വഴികളാണല്ലോ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കരുതിയത്. കർത്താവേ, അവിടുത്തെ മക്കളെ ദൈവവചനം കൊണ്ട് ശുശ്രൂഷിപ്പാൻ ഈ ഭൂമിയിൽ വലിയൊരു ഭാഗ്യം തന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവ് അടിയനോട് സംസാരിച്ചത് ഓർത്ത് സ്തോത്രം. കർത്താവിന്റെ മക്കളെല്ലാവരെയും പ്രത്യേകാൽ ഹോളി ലാൻഡ് മിഷന്റെ എല്ലാ പ്രവർത്തനങ്ങളെ, അതിന്റെ പ്രവർത്തനങ്ങൾക്ക് കർത്താവ് നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ വിലപ്പെട്ട ദാസനെയും കുടുംബത്തെയും ഓർത്ത്, സുധസാറിനെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ കമ്മിറ്റി അംഗങ്ങളെയും അതിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തരെയും ഞങ്ങൾ ഒരുമിച്ചൊരു കുടുംബമാണ്. ഞങ്ങൾ ഒരുമിച്ച് അവരെയൊക്കെ കർത്താവ് അനുഗ്രഹിക്കണമേ. കർത്താവിന്റെ കരത്തിലേക്ക് ദൈവം വഴികളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്തവരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വരവിനായി ഒരുങ്ങാൻ ഒരു പടിയും കൂടെ ആ കർത്താവ് ഞങ്ങളുടെ വീടോട് അടുത്തിരിക്കുന്നു. അത് ഒരുക്കത്തോടെ അരിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ നാമത്തെ, പുണ്യനാമത്തെ ഉയർത്തുവാൻ ദൈവം തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. ഞങ്ങൾക്കായി ജീവൻ തന്ന യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്നേഹവാനും പരിശുദ്ധനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ പിന്നെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ അല്പസമയം ആയിരുന്നുകൊണ്ട് ഞങ്ങളുടെ വിധങ്ങളായിരിക്കും ആവശ്യങ്ങൾക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ്റെ കൊണ്ടും, രോഗത്താലും മറ്റു പ്രയാസങ്ങളാലും ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അവരുടെ ഭാരങ്ങളെ വഹിച്ച് അന്യോന്യം ഓർത്ത് പ്രാർത്ഥിപ്പാൻ്റെ കൊണ്ടും ദൈവമായ കർത്താവ് ഒരുക്കി തന്നതായ ഈ നല്ല സന്ദർഭത്തിനായിട്ട് സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന
വളരെ ഫലിക്കുന്നു എന്നുള്ളതായ ആ വചനപ്രകാരം തന്നെ കർത്താവേ, അന്യോന്യമുള്ളതായ പ്രാർത്ഥന പ്രിയപ്പെട്ടവർക്ക് അത് വിടുതലിനും സൗഖ്യത്തിനും അനുഗ്രഹത്തിനും കാരണമായി തീരുന്നതോർത്ത് ഞങ്ങൾ തിരുനാമത്തെ മഹത്വപ്പെടുത്തുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. രാത്രികാലം കേട്ടതായിരിക്കുന്ന ദൈവിക ആലോചനയ്ക്കായിട്ട് സ്തോത്രം. ഭാഗ്യവശാൽ ഞങ്ങൾ ബോവസിന്റെ വയലിൽ വന്നു എന്നുള്ളതായ ആ വചനത്തെ ഞങ്ങൾ പിന്നെയും ഓർക്കുന്ന കർത്താവേ, അർഹതയില്ലാതിരുന്ന സ്ഥാനത്ത്, യോഗ്യതയില്ലാതിരുന്ന സ്ഥാനത്ത് ഞങ്ങളെ ഓരോരുത്തരെയും ക്രിസ്തുവിൽ യോഗ്യരാക്കി തീർത്തതായ അവിടുത്തെ കൃപയ്ക്കായിട്ട് ഞങ്ങൾ തിരുനാമത്തെ മഹത്വപ്പെടുത്തുന്നു, സ്തുതിക്കുന്നു. പ്രിയ പിന്നെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകണമേ. ദൈവത്തിന്റെ കൃപ നിന്റെ മകന്റെ മേൽ പിന്നെയും അവിടുന്ന് പ്രദാനം ചെയ്യുമാറാകണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ല എന്നുള്ളതായ ആ വചനം, ഹല്ലേലൂയ, കർത്താവേ, ഞങ്ങളുടെ ഈ ജീവിതത്തിൽ, നിന്റെ മകന്റെ ഈ ജീവിതത്തിൽ അത് അന്വർത്ഥമായി തീർന്നതോർത്ത് ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രികാലം ഈ മീറ്റിംഗിൽ സംബന്ധിച്ചതായ എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇവരോരോരുത്തരെയും അനുഗ്രഹിച്ചാണ് കർത്താവേ. അവിടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ അർപ്പിച്ചിരിക്കുകയാണ് കർത്താവേ. അതിന് മറുപടി കൊടുത്ത് അതേ കർത്താവിനെ സൗഖ്യമാക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണമേ എന്നോട് പ്രാർത്ഥിക്കുന്നു. ഹോളി വെളിനാന്റെ എല്ലാ പ്രവർത്തകർക്കായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. വിവിധ ഭാഗങ്ങളായിരിക്കുന്നതായ എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. നേഴ്സുമാരായിരിക്കുന്നവർക്കായിട്ട് സ്തോത്രം. ഡോക്ടേഴ്സ് ആയിരിക്കുന്നവർക്കായിട്ട് സ്തോത്രം. ദൈവകരങ്ങൾ അവരെ ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. സന്തോഷപരനായിട്ട് സ്തോത്രം. നിന്റെ മകനെ കർത്താവിന് അനുഗ്രഹിച്ചാണ് കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുവാൻ്റെ കൊണ്ടും അതിനെ ഹല്ലേലൂയ അത് ഫലവത്താക്കി വരുന്ന ആളുകളിൽ അനേകർക്ക് പ്രയോജനമായി തീരുമാറ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമാറാകണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കല്ല ഹോവേ, ഞങ്ങൾക്കല്ല, അവിടുത്തെ നാമത്തിനെ മഹത്വം വരുമാറ് അവിടുന്ന് സകലവും നന്നായി ചെയ്യുന്ന ദൈവമായിരിക്കാൽ സ്തോത്രം. കർത്താവ്, ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹത്തോടെ നടത്തണമേ. കൃപയും ഞങ്ങളെ പരിപാലിക്കണമേ. ഇനി ഞങ്ങൾ കൂടി വരുമ്പോഴേ അവിടുത്തെ ഭദ്രമേരിച്ചെങ്കിൽ കർത്താവ് ഞങ്ങൾ ഓരോരുത്തരെയും പരിപാലിച്ചാട്ട് അനുഗ്രഹത്തോടെ ഞങ്ങളെ നടത്തണമേ. സകല മാനവും മഹത്വവും അവിടുത്തെ തൃപ്പാദങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ.